ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് എടുക്കുന്നത്. ഫുള്ളായി ആണെങ്കിൽ പോലും ഒരു ദിവസത്തെ അല്ല, തലേ ദിവസത്തെ രാത്രിയിലെത്തതും പിറ്റേ ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തന്നെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. രാത്രിയിലത്തേക്ക് കഴിക്കാൻ വേണ്ടി മരിച്ചിനി വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. അപ്പോൾ എബിയെ ട്യൂഷനാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അതും വാങ്ങിയിട്ട് നേരെ ബീനയുടെ കടയിലോട്ട് പോയി അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് തട്ടുദോശ കഴിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ തൊട്ട് താഴെ തന്നെ തട്ടുകടയുണ്ട്. അവിടുത്തെ സ്പെഷ്യലാണ് ദോശ, ചമ്മന്തി, മറ്റേ രസവട, പപ്പടം, ഓംലെറ്റ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് കഴിക്കാൻ. ഞാൻ എബിയെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതും അതായിരിക്കും. എനിക്ക് വീട്ടിൽ വെക്കുന്ന സമയത്ത് ആ ഒരു ഫുഡൊന്നും എനിക്ക് ആ സമയത്ത് പിടിക്കൂലായിരുന്നു കേട്ടോ. ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ രണ്ട് ദോശ മതി. എനിക്ക് ആ ഒരു ദോശ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും കേട്ടോ. അപ്പോഴും തൊട്ടേയുള്ള എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെയാണ് എബിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ കടയിൽ പോയി ദോശ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നാൾക്ക് ശേഷം അങ്ങനെ വാങ്ങി കഴിച്ചു. പിന്നെ വൈകുന്നേരത്ത് രാത്രി കപ്പയും മീൻകറിയൊക്കെയാണ് വെച്ചത്, അതും കഴിച്ചു. ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു ചായ ഇടാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ ചായ ഇട്ടതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാല് കാച്ചി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പാല് കാച്ചാതെ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പാൽ എപ്പോഴും കാച്ചിയായിരിക്കും ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 പേര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ പാലും അധികമായിട്ടൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ കാച്ചി വെക്കുമ്പോൾ അതിൻ്റെ പാൽപ്പാട ഞാനെടുത്ത് മാറ്റി വയ്ക്കും നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മുമ്പും ഞാൻ അതുപോലെ നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലും ഞങ്ങൾക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല നെയ്യാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കും പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നെയ്യ് കിട്ടാറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട്. അതേപോലെ തന്നെ ഇനിയും ഇതുപോലെ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇപ്പോഴും പാൽപ്പാട എടുത്ത് മാറ്റി വയ്ക്കും ഫ്രീസറിലോട്ട്. പിന്നെ ഇന്ന് നീർദോശയാണ് കേട്ടോ ഞാനിന്ന് വെച്ചത്. നീർദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് വെച്ചിരിക്കും. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അരച്ച് നല്ലതുപോലെ വെള്ളം പോലെ ആക്കിയിട്ടാണ് നീർദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. കട്ടിയിലല്ല, നല്ലതുപോലെ നീർദോശ നല്ല വെള്ളത്തിലാണ് വെക്കുന്നത്. പിന്നെ ഇൻഡക്ഷനിൽ തന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ ഒരു പനിക്കൂർക്ക ഇലയാണ് ഞാൻ ഇട്ടത് കേട്ടോ, 2 എണ്ണം. ഈ സമയത്ത് നമുക്കെപ്പോഴും തണുത്ത വെള്ളം കുടിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെയാണ് ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ പനിക്കൂർക്ക ഇലയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. കാരണം തൊണ്ടവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ കറിക്കും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിക്ക് വെച്ചിട്ടതിന് ശേഷമാണ് നീർദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെച്ചത്. അപ്പോൾ നീർദോശ വെക്കുന്ന സമയത്ത് നമ്മുടെ പാനിൽ മാത്രമേ വെക്കാൻ പറ്റൂ. നമ്മൾ ദോശത്തവയുണ്ടല്ലോ അതിൽ വെക്കാൻ പറ്റും. ഇരുമ്പ് ചട്ടിയിൽ വെക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ പാനിലാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഇത് വെച്ചതിന് ശേഷം എബിക്കും കഴിക്കാൻ കൊടുത്തു. പിന്നീട് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ എബി ആ സമയത്ത് സ്കൂളിലോട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് അതിൽ കാണിക്കാത്തത്. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഞാൻ പിന്നെ ഇത് കഞ്ഞിക്കായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് കേട്ടോ. കുറേ നാളായി ഞാനിങ്ങനെ അടുപ്പൊന്നും കാണിക്കാറില്ല കേട്ടോ. കാരണം എൻ്റെ ഈ അടുപ്പിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. കാരണം ഈ അടുപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അടുപ്പ് ചില സമയത്ത് ഞങ്ങൾ പൊളിക്കണമെന്ന് വിചാരിക്കും. ചില സമയത്ത് ആ ഒരു ഭാഗം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഗ്യാസ് തീർന്നാലും നമുക്ക് കത്തിക്കാനൊക്കെ വേറെ വഴിയില്ലല്ലോ. ഇല്ലെങ്കിൽ പുറത്തോട്ടൊരു അടുപ്പ് കൂടെ കെട്ടണം. അതുകൊണ്ടാണ് അടുപ്പ് അവിടെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും വെക്കാതെ 3 കല്ല് മാത്രം, ഹോളോ ബ്രിക്സിൻ്റെ കല്ല് മാത്രം വെച്ചിട്ട് അടുപ്പായിട്ട് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങളത് പൊളിച്ച് മാറ്റും. ഇല്ലെങ്കിൽ അവിടെ ഇനി ഒരിക്കൽ കൂടെ അടുപ്പായിട്ട് കെട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറേ നേരം വരെ മിലുവിനെ ഫോണൊക്കെ വിളിച്ചു. ഞങ്ങളങ്ങനെ കുറേ നേരം വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലത്തെ കാപ്പി കുടിക്കാനായിട്ട് വന്നു കേട്ടോ. ചേട്ടൻ വീടിനടുത്താണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടനും കാപ്പി കുടിക്കാനായിട്ട് വന്നു. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി. പിന്നെ അടുത്ത് ഞാൻ പെട്ടെന്ന് കറികളൊക്കെ വെച്ച് കേട്ടോ. എനിക്ക് പോയതാണ്. ഇന്ന് ഒരു ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. എബി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തോ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ എബി സ്കൂളിൽ പോയി എന്ന് പറഞ്ഞത്. ഇത് ശനിയാഴ്ച ദിവസം എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എബി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ വറുത്തതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെഴുക്ക് പുരട്ടി വെച്ചു.
മെഴുക്ക് പുരട്ടി വെക്കാൻ തന്നെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ മീൻ പൊരിക്കുന്ന ആ പാനിൽ വെച്ചിട്ട് മെഴുക്ക് പുരട്ടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോരനല്ല വെച്ചത് കേട്ടോ, കിച്ചടിയായിരുന്നു. എനിക്കിന്ന് എന്തോ എല്ലാം കൂടെ മറന്നുപോയി. സത്യത്തിൽ വീഡിയോ നോക്കാതെയാണ് ഞാൻ എന്തോ ഇങ്ങനെ വോയിസ് പുറത്തോട്ട് നോക്കിയിരുന്ന വോയിസ് പെട്ടെന്ന് വീഡിയോസിലോട്ട് നോക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ, അതാണ് മാറിപ്പോയത്. അപ്പോൾ കിച്ചടി വെച്ചു, മീൻ വറുത്തത് വെച്ചു, പിന്നെ മെഴുക്ക് പുരട്ടി വെച്ചു കേട്ടോ. അപ്പോൾ മീൻ കറി ഉണ്ടായിരുന്നു. നമുക്ക് മുള്ളും തലയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മീനിൻ്റെ മുള്ളും തലയും നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുതരും, നമ്മൾ പറഞ്ഞാൽ കൊണ്ടുതരും. അങ്ങനെ അത് രാത്രി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും മീൻ കറിയായിട്ടാണ് ഞങ്ങൾ രാത്രി കഴിച്ചെന്ന് പറഞ്ഞില്ലേ, അതായിരുന്നു. അപ്പോൾ ബാക്കി കപ്പ ഇന്നെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കപ്പ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ മരിച്ചിനി എന്നാണ് പറയുന്നത്, കപ്പയെന്നല്ല മരിച്ചിനി എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയെല്ലാം തീർത്തു. ഞാൻ എത്രയോ മണിക്കൂറുകളെടുത്ത വീഡിയോ ആണ് ഇത്. ഇപ്പോൾ ഒരു 8-9 മിനിറ്റിനകത്ത് ഞാനിത് തീർത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ അത്രയ്ക്കും സ്പീഡിലാണ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ എബിക്ക് ആ ഒരു മീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന് സെപ്പറേറ്റ് ഞാൻ മീൻ വാങ്ങി പൊരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഓരോ കഷ്ണം വറുത്തത് എടുത്തിട്ടുണ്ടായിരുന്നു. എബിക്ക് ആ ഒരു മീൻ മുള്ളും തലയുള്ള മീൻ അവന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരുമിച്ചല്ല, ഞാൻ കഴിച്ച് ഒരു 5 മിനിറ്റ് ആയപ്പോഴാണ് ചേട്ടൻ വന്നത്. ഞാനും എബി ഒരുമിച്ചാണ് കഴിച്ചത്. പിന്നെ ചേട്ടനും വന്നു കഴിച്ചു. പിന്നെ എനിക്കിന്ന് ഫുൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. വീടിനകത്ത് മൊത്തത്തിൽ ഒന്ന് തുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിനകവും ഹോളും ഞങ്ങളുടെ മുറികളും അടുക്കളയും എല്ലാ വശവും ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. 2-3 ആഴ്ചയായി തോന്നുന്നു കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോകും, അത്രയേ ഉള്ളൂ. അതുപോലെ വീടിനകം ചേട്ടനും ഇടയ്ക്കൊക്കെ തുടച്ചൊക്കെ തരും. ഞാനും എബി തൂക്കുക മാത്രമേ ചെയ്യൂ കേട്ടോ, തുടയ്ക്കത്തൊന്നുമില്ല. അവനെക്കൊണ്ട് ഞാൻ അത്രയും ഹാർഡ് പണികളൊന്നും ചെയ്യിക്കാറില്ല. അവനെന്നും രാവിലെയും വൈകുന്നേരത്തും വീടിനകവും മുറ്റവും ഒക്കെ എനിക്കൊന്ന് അടിച്ച് വരുത്തരും കേട്ടോ. അവൻ അതൊക്കെ ചെയ്തു തരും. വലിയൊരു ഉപകാരം കൂടെ ചെയ്യും കേട്ടോ അവന്. അതുപോലെ തന്നെ വീടിനകം ചേട്ടനും ചെയ്തു തരും. പിന്നെ അത് ഞാൻ 2-3 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിൽ ഈ സ്ലാബ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് എല്ലാ ദിവസവും തുടച്ച് പോകും എന്നല്ലാതെ ഇതുപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് പോകാറില്ല. അതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. എപ്പോഴും അതൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇന്ന് അതെല്ലാം ഒന്ന് ലോഷനൊക്കെ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള പരിപാടികളും എല്ലാം ചെയ്തു കേട്ടോ. എല്ലാം ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ നല്ല ക്ഷീണിച്ചാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. മുമ്പത്തെ പോലെയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും വരൂല. രാവിലെ തന്നെ ജോലിയും കഴിയും, എല്ലാ പണികളൊക്കെ കഴിയും. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിപ്പോയി. ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ 5 മണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇരിക്കാറുണ്ട് കേട്ടോ. കുറേ നേരം വരെ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കാലിന് നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇരിക്കാറുണ്ട്. ഇരിക്കുമ്പോൾ അങ്ങ് കുറേ നേരം വരെ ഇരിക്കും. അപ്പോൾ നല്ല ആശ്വാസമാണല്ലോ, മരുന്ന് വിട്ടിട്ട് കുറേ നേരം വരെ ഇരിക്കും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ചെക്കപ്പിനായിട്ട് സ്കൂളിലൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം.